ദിവസമായിട്ട് ഇവിടെ എലിഫൻ്റ ബീച്ച്, കാലാപത്ര ബീച്ച്, രാധാനഗർ ബീച്ച് അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മൾ തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, എല്ലാവരും കാണിച്ചു കൊടുക്കട്ടെ. വ്ളോഗർ ഒക്കെ. ഇനി ഇപ്പോൾ സമയം ഏകദേശം 7:30 8:30 കേട്ടോ നമ്മൾ ഷിപ്പ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടു, ലാസ്റ്റ് ടൈം എടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നത്. ഇത് കണ്ടു, ശരിക്കും നമുക്ക് വെള്ളത്തിൻ്റെ അടിയോളം കാണാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളെല്ലാം ഇതിൽ കാണാം. വീഡിയോയിൽ എനിക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല. വലിയ മീനുകളുണ്ട് കേട്ടോ ഇതിനകത്ത്. ആ ലൈറ്റ് കൂടി വരുമ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. പാടാ. അപ്പോൾ നല്ല മീനുണ്ടോ? പിന്നെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ബോട്ട് നട്ട് വരുന്നത് ഷിപ്പിൽ ഇനിയിപ്പോൾ 2.5 മണിക്കൂർ ഇരിക്കണം കേട്ടോ. നമ്മൾ പോർട്ട് ബ്ലെയർ തൊട്ട് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടും 2.5 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്താലും എത്താൻ പറ്റുക. ഞാൻ കണ്ടു. വാവ്. പക്ഷെ ഇതിനകത്ത് വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷെ അടിപൊളിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നമുക്ക് എന്തൊക്കെയാണ് സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചാൽ പുറമേ തന്നെ മേടിച്ചിട്ട് കരുതാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പം അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. 2.5 മണിക്കൂറോളം കുട്ടികളെയും കൊണ്ടിരിക്കണം. അപ്പം ശരിക്കും അത് മാത്രമാണ് ഒരു ബോറിങ് കേട്ടോ. നമുക്ക് ശരിക്കും ഒരു ഹാഫ് ആൻ അവർ, ഒരു 1 അവറൊക്കെ ഇരിക്കാം. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ബോറടിച്ച് തുടങ്ങും. പിന്നെ ലൈറ്റായിട്ടുള്ള നമുക്ക് ഈ സ്നാക്സിൽ ഈ ലേസും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉള്ളിൽ ഷിപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ കേക്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കരുതുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പറ. അപ്പം അതുപോലെ തന്നെ പിന്നെന്താണ്, മാക്സിമം നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇത്രയും സമയം അറിയില്ല, നമ്മൾ വലിയ എൻജോയ് ചെയ്യാനുള്ള രീതിയിൽ വന്നത്. അതായത് ഷിപ്പിൽ കയറിയപ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ ഒന്നും ഡൗൺലോഡൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് 2 മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം നമുക്ക് ഷിപ്പിനകത്ത് ഇരിക്കാം, പിന്നെ കുറച്ച് സമയം നമുക്ക് ഫ്രഷ് എയറിൽ പുറത്തിറങ്ങി കഴിഞ്ഞാലും നല്ല വെയിലാണ്. അപ്പോൾ നമുക്ക് കുറേ സമയം പുറത്തിരിക്കാനും പറ്റത്തില്ല. അപ്പം അതുപോലെ സിനിമയും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം പോയി കിട്ടും കേട്ടോ. അപ്പം രാവിലെ തന്നെ കുറേ പേര് കണ്ടോ, ഇതേപോലെ തന്നെ തിരിച്ചു പോകുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ബദ്രി അച്ഛൻ്റെ അടുത്തേക്ക് പോകും. ബദ്രിക്കുട്ടനാണെങ്കിൽ ഇതെല്ലാം കണ്ട് ചില്ലടിച്ചടക്കണം. അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ബാഗിൽ അവൻ്റെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷിപ്പിനുള്ളിൽ കയറിയിട്ടാകുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ലേസ് കണ്ടോ അവൻ കണ്ടുപിടിച്ചേക്കണം. മൂട്ടെ ഒക്കെ പോകുന്നേ. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇങ്ങോട്ട് സ്വരാജ് നഗർ, നമുക്ക് ഹാവലോട്ടിലേക്ക് തിരിച്ചു വരാൻ അങ്ങോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള ഈ നമ്മളെ ഷിപ്പ് സർവീസ് 2 ടൈപ്പിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഗവൺമെൻറ്റിൻ്റെ നമ്മൾ ഷിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ചെയ്യാം. അതായത് പെർ പേഴ്സൺ 650 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. നേരെ മറിച്ച് ഇതുപോലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി വലുതായിട്ടുള്ള ഷിപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെർ പേഴ്സൺ ഏകദേശം 1500-1700 ആണ് പെർ പേഴ്സൺ ചാർജസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിലവ് ചുരുക്കി പോകുന്നവരാണെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് ഷിപ്പ് യൂസ് ചെയ്താൽ മതി. ഇപ്പം ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് വന്നതിൽ ഈ ഒരു ഷിപ്പിൻ്റെതോ അങ്ങനെയുള്ളത് എന്തെങ്കിലും ബുക്കിങ്ങോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് DM ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. മണ്ണോട്ട് കൈ വാലിട്ടിട്ട് അടിയുള്ളൂ. അക്കുമോള് ബിസി ആയിട്ട് കളിക്കുന്നതാണ്. അക്കു സ്മൈലേ, അക്കു സ്മൈൽ, അക്കു സ്മൈൽ, അക്കു. അപ്പോൾ നമ്മുടെ ഷിപ്പ് വന്നു കേട്ടോ. നമ്മളിതാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഷിപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് അതിനകത്തെ കാര്യങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരാം. ആ ഷിപ്പിൽ കയറിട്ടാൽ ലേസി വരും. ചലോ 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 ജൽദി ചലോ.
തരും. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ അവർ വെക്കേണ്ടത്. ഏട്ടാ ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. ഇവർ തരുന്നതാണ്. നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ചെയ്യണേ നമ്മൾ. കിച്ചൺ സീറ്റ് നമ്പറോ ലേസിന്റെ അടി കൂടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി നമ്മളെ കൂട്ടത്തിൽ. അക്കോ ലേസ്താ ലേസ്താ ടി വിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒന്നും പ്ലേ ചെയ്തിട്ടില്ല. നമ്മൾ വരുന്ന വഴി വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഒരു കാര്യങ്ങളും പ്ലേ ചെയ്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടല്ലേ കടിയും കൂടെ ഒക്കെ. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.